നോമ്പിൽ ഇന്ന് 30-ാം ദിവസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മുന്നോട്ട് നീങ്ങുക എന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ ധ്യാന വിഷയം. 38 വർഷങ്ങളായി ആ മനുഷ്യൻ ബെഥസ്തായിലെ നീരൊഴുക്കില്ലാത്ത വെള്ളത്തിനരികിൽ പ്രതീക്ഷയോടെ കാത്തു കിടന്നു. ഒരിക്കലും ശരീരം കൊണ്ട് മുന്നോട്ട് നീങ്ങാതെ സൗഖ്യത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിച്ച ഒഴുക്കുവെള്ളത്തിൻ്റെ കഥകൾ വേദപുസ്തകം ആവോളം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അയാളുടെ നിശ്ചേതനമായ ശരീരം പോലെ നിശ്ചലമായ ജലമാണ്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തി ചോർന്ന നിലയിലാണ് അയാൾ. കുളത്തിലിറക്കാനൊന്നും യേശു മുതിരുന്നില്ല. നിന്റെ നഷ്ടമായ ചേതനയെ ഉണർത്തുക, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ജീവനും ചൈതന്യവും നൽകുന്ന യേശു നമ്മെ മുന്നോട്ട് നീങ്ങാൻ ക്ഷണിക്കുന്നു. ശാരീരിക വെല്ലുവിളികളിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മാമൂലുകളിൽ നിന്നും എല്ലാം മുൻപോട്ട് ഗമിക്കേണ്ടതുണ്ട്. നടക്കാനാവുന്നതിനേക്കാൾ സൗഖ്യം പ്രാപിക്കുന്നതാണ് ഏറെ ഉത്തമം എന്നാണ് അർത്ഥം. മുൻപോട്ട് ഗമിക്കുവാൻ മുമ്പ് നമ്മെ അടയാളപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ വിട്ടുപോകേണ്ടതുണ്ട്. കുളത്തിനരികിൽ വെള്ളം ഇളകുന്നത് കാത്തു കിടക്കുകയും താൽക്കാലിക പരിഹാരങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ യേശു നമ്മെ എഴുന്നേൽക്കുവാനും സൗഖ്യത്തോടെ നടകൊള്ളുവാനുമാണ് വിളിക്കുന്നത്. അവൻ നമ്മെ സൗഖ്യമാക്കുന്നത് ദൗത്യത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ത്യയിലുള്ള തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ തുടക്കകാലത്ത് ഏറെ പരാജയങ്ങളും നിരാശകളും നേരിട്ട ആളാണ് റവറൻ ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ്. ശാരീരികവും മാനസികവുമായ തകർച്ചയിൽ എല്ലാം കഴിഞ്ഞെന്ന് കരുതാതെ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് തൻ്റെ പ്രയാണം തുടർന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രഭാവമുള്ള ക്രിസ്തീയ ശബ്ദങ്ങളിൽ ഒന്നായി അദ്ദേഹം പിന്നീട് മാറി. സഭൈക്യത്തിനുള്ള സംവാദങ്ങളിൽ പങ്കെടുത്തു. ഈ നാടിൻ്റെ സംസ്കൃതിക്ക് അനുയോജ്യമായി ക്രിസ്തുവിനെ പകർന്നു നൽകി. ക്രൈസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ റോഡ് പോലെയുള്ള പുസ്തകങ്ങൾ രചിച്ചു. ഏതിൽ നിന്നാണ് എഴുന്നേറ്റ് നടക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. എഴുന്നേൽക്കുക, മുമ്പോട്ട് നീങ്ങുക. അവൻ നൽകുന്ന പുതിയ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.